ഗ്യാൻവാപ്പി പള്ളിയിൽ പൂജ നടത്താൻ ഹൈന്ദവ വിഭാഗത്തിന് വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയതിൽ വിമർശനവുമായി കെ.ടി. ജലീൽ എം.എൽ.എ. കോടതി ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ദിവസം ഹൈന്ദവ വിഭാഗം മസ്ജിദിന്റെ ഒരു ഭാഗത്ത് പൂജ നടത്തിയിരുന്നു. അയോധ്യയിലെ വിജയഭേരി കാശിയിലേക്ക് പടർത്താനുള്ള നീക്കം അങ്ങേയറ്റം അപലപനീയമാണെന്ന് കെ.ടി. ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. മതങ്ങളും വിശ്വാസങ്ങളും മനുഷ്യന്റെ സ്വാസ്ഥ്യം കെടുത്താനല്ല പിറവിയെടുത്തത്. മനുഷ്യ മനസ്സുകളെ ശാന്തിയുടെ തീരത്തേക്ക് ആനയിക്കാനാണ്. എല്ലാ അതിക്രമങ്ങൾക്കും ഒരന്ത്യമുണ്ടാകും. സത്യവും നീതിയും ന്യായവും അധികാരബലത്തിൽ കുറച്ചുകാലത്തേക്ക് മണ്ണിട്ട് മൂടാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ധർമ്മയുദ്ധത്തിന്റെ പര്യവസാനം അധർമ്മത്തിന്റെ പരാജയം തന്നെയാകും. ദൈവം ഒന്നേയുള്ളൂ. വിവിധ മതക്കാർ വ്യത്യസ്ത ഭാഷകളിൽ വ്യതിരിക്ത പേരുകളിൽ വിളിക്കുന്നു എന്ന് മാത്രം. ഈശ്വരനും അല്ലാഹുവും കർത്താവും ഒന്നു തന്നെ. അത് മനസ്സിലാകണമെങ്കിൽ സർവ്വദർശനങ്ങളുടെയും ആന്തരാർത്ഥം ഉൾക്കൊള്ളാനാകണം. സ്വാമി വിവേകാനന്ദൻ വഴി നടത്തിയ നാടിന്റെ ചിന്തകൾ ഭ്രാന്തമാകാതിരിക്കട്ടെയെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് 75ലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണാവസരം. കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് 75 രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും. രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി 26, 27, 28 തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ. ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ.